എൻ്റെ പേര് ജോളി എന്നാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 32 വർഷക്കാലം ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ 3 വർഷമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇന്ന് എന്നെ കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നവരിൽ പുതിയതായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന സമയത്തൊന്നും തന്നെ ഞാൻ ഈ DXN എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിനെ പറ്റി കേൾക്കുകയോ ഇതിന്റെ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ അറിയുകയോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. കഴിഞ്ഞ 2024 ഡിസംബർ 12-ാം തീയതിയാണ് DXN എന്ന് പറയുന്ന ഈ വാക്ക് പോലും ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഇപ്പോഴത്തെ അപ്ലൈനിൽ നിന്ന് ഞാൻ കേൾക്കുന്നത്. ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്ക് അത് വളരെയധികം പേഴ്സണലി സങ്കടമുണ്ട്. കാരണം എന്തുകൊണ്ട് ഇത് എനിക്ക് നേരത്തെ കിട്ടിയില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല. അപ്പൊ അതിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ടെന്ന് ഞാനും കരുതുന്നു. ഞാൻ എന്താണ് DXN പറ്റി മനസ്സിലാക്കിയത് എന്നാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. അത് പറയുമ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയട്ടെ, ഇന്ന് നമുക്ക് ചുറ്റിനെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കമ്പനികൾ നമുക്ക് കാണാം അല്ലെ. അപ്പം ഈ കമ്പനികളെല്ലാം തന്നെ പലരും എൻ്റെ മുന്നിലിരിക്കുന്ന പലരും അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന പലരും ഇതിൽ പല കമ്പനികളിലും പ്രവർത്തിച്ചിട്ടും അതിന്റെ ഗുണവും ദൂഷ്യവും എല്ലാം മനസ്സിലാക്കിയ ഒരാളായിരിക്കും. എങ്കിലും ഇതില് എന്നെ കേൾക്കുന്ന പുതിയ വ്യക്തികളോട് എനിക്ക് ഇന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, DXNന്റെ പ്രൊഫൈൽ ഞാൻ നോക്കിയപ്പോൾ ഈ കമ്പനി സ്ഥാപിച്ചത് ഡോക്ടർ ദാത്തുക് ലിംസിയോജൻ എന്ന് പറയുന്ന ഒരു മലേഷ്യൻ ശാസ്ത്രജ്ഞനാണ്, സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. ഇനി അത് മാത്രമല്ല, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത് തന്നെ നമ്മുടെ മനുഷ്യരാശിയുടെ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്കുള്ള ആ പ്രശ്നങ്ങൾ നേരിടുന്നതിന് ഒരു പരിഹാരവുമായിട്ടാണ് അദ്ദേഹം വന്നത്. അതായത് ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പോഷകാഹാരക്കുറവ് മൂലം മനുഷ്യൻ രോഗങ്ങളിലേക്ക് അടിപ്പെട്ടു പോകുന്നതാണ്. അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിൽ WHO പോലുള്ള, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ നമ്മളോട് പറയുന്നത് ഇന്ന് മനുഷ്യന് രോഗമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ, ഒന്ന് ടോക്സിനും ഒന്ന് ഇംബാലൻസും ആണെന്നാണ്. അപ്പൊ ഈ ടോക്സിൻ ശരീരത്തിൽ നിന്ന് കളയാനായിട്ട് ഇന്ന് ഒരു വിഭാഗവും, അലോപ്പതി ആട്ടെ, ആയുർവേദമായിട്ട്, യുനാനി ആട്ടെ, ഹോമിയോട്ടെ, ഏത് വകുപ്പിലുള്ളതാണെങ്കിലും രോഗം വന്നാൽ നമ്മൾ അതിനെ ശുശ്രൂഷിച്ച് ഭേദമാക്കും എന്നുള്ളതല്ലാതെ വരാതിരിക്കാൻ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നു എന്നുള്ളത് പോലെ നമുക്കൊരു രോഗം വരാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കുക മാത്രമേ ഇന്ന് നമുക്ക് നിർവാഹമുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് മനുഷ്യരാശിയുടെ ശരീരത്തില് ടോക്സിൻസ് പ്രവേശിക്കുന്നതിനെ തടയാൻ കഴിയുന്ന മഷ്റൂം വിഭാഗത്തിൽപ്പെട്ട ഗ്യാനോഡർമ എന്ന് പറയുന്ന ഒരു മഷ്റൂമിനെ കണ്ടെത്തുകയും 12 വർഷം നിരന്തരമായി അതിൽ ഗവേഷണം നടത്തുകയും മനുഷ്യന്റെ ശരീരവും ഈ ഗ്യാനോഡർമ എന്ന് പറയുന്ന മഷ്റൂമും തമ്മിലുള്ള ഒരു ബന്ധം അദ്ദേഹം കണ്ടെത്തി അത് മനുഷ്യരാശിക്ക് എങ്ങനെ ഗുണപ്രദമായ രീതിയിൽ എത്തിക്കാമെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഈ ഒരു സംരംഭം അല്ലെങ്കിൽ DXN എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരു പ്രൊഫൈലാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റിനെ പറ്റി നോക്കിയപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതുവരെ എത്ര പ്രോഡക്റ്റ് ഉണ്ടെന്ന് കൃത്യമായിട്ട് ഒരളവ് പറയാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഓരോ ദിവസവും കഴിയും തോറും ഓരോരോ പുതിയ പ്രോഡക്റ്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഏകദേശം ഒരു 150ഓളം പ്രോഡക്റ്റുകളെ പരിചയപ്പെട്ടതിൽ നിന്ന് എല്ലാ പ്രോഡക്റ്റുകളും ഗുണനിലവാരത്തിൽ ഒന്നാമതാണെന്നും നാച്ചുറൽ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നും സ്വന്തമായി കൃഷിയും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ അതിന്റെ റിസർച്ച് സെന്ററും നടത്തുന്ന ഒരു സ്ഥാപനമാണ് DXN എന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ DXNലേക്ക് പ്രവേശിക്കാനുണ്ടായ കാരണം. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരികൾ, എന്നെ കേൾക്കുന്ന പുതിയ കൂട്ടുകാര്, ഇതുപോലെ നിങ്ങൾ മറ്റൊരാൾ പറയുന്നതല്ലാതെ ഇന്ന് നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാം കിട്ടും അല്ലെ. ആളുകൾ പറയുന്നത് കൂടാതെ നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാം നമുക്ക് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ പലതരത്തിലുള്ള കമ്പനികൾ വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ DXN എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ കമ്പനിയിൽ ഞാൻ ഈ പറഞ്ഞ പ്രൊഫൈൽ എല്ലാം കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി നോക്കാം. ഇനി എന്തിനാണ് DXN നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് DXN ചെയ്ത് തരുന്നത് എന്നുള്ള ചിന്തയായിരുന്നു പിന്നീട്. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മനുഷ്യ ശരീരത്തില് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് വിഷാംശങ്ങൾ ശരീരത്തിലേക്ക് കടന്നു പോകുന്നത് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും കുടിക്കുന്ന വെള്ളമായാലും ശ്വസിക്കുന്ന വായുവായാലും എല്ലാം ഇന്ന് മലിനമാണ്.
അപ്പൊ അങ്ങനെ ഈ മലിനമായ വസ്തുക്കൾ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയാം നമ്മുടെ എല്ലാ ശരീരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കോശങ്ങൾക്ക് വിഷങ്ങള് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ ആ കോശങ്ങൾ വിഷങ്ങളെ വഹിച്ചു കഴിയുമ്പോൾ അത് വഹിക്കുന്നതിന്റെ ആ ലെവല് പൊട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ടോക്സിൻ ത്രെഷോൾഡ് ലെവൽ എന്ന് നമ്മൾ പറയും, ആ ലെവല് നമുക്ക് നഷ്ടമാകുമ്പോഴാണ് നമ്മുടെ കോശങ്ങൾ നശിക്കുന്നത്. കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? കോശങ്ങൾ ചേർന്നിട്ട് രൂപം കൊണ്ടിട്ടുള്ള കലകൾ നശിക്കും. ആ കലകൾ കൊണ്ട് രൂപം കൊണ്ടിട്ടുള്ള ഓർഗൻസ് നശിക്കും. അപ്പൊ ആ ഒരു വ്യവസ്ഥ മൊത്തത്തിൽ നശിക്കും, നമുക്ക് രോഗം ഉണ്ടാകും. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ രോഗം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അപ്പൊ അതിന് എന്താണ് മാർഗം? അപ്പൊ ശരീരത്തിൽ രോഗം ഉണ്ടാകാതിരിക്കാൻ നമ്മൾക്ക് എന്ത് DXNലൂടെ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് എന്റേതായിട്ടുള്ള അനുഭവം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ 32 വർഷത്തോളം ആരോഗ്യവകുപ്പിൽ സേവനം ചെയ്തിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഈ 32 വർഷത്തെ സേവനം അവസാനിക്കുന്നതിന് 1.5 വർഷം മുമ്പ് തന്നെ ആരോഗ്യപരമായ കാരണങ്ങൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. ഒരു ഓപ്പറേഷൻ വരെ പോസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് ചെയ്തില്ല. പകരം എനിക്ക് ഈ DXNല് എന്നെ പരിചയപ്പെടുത്താൻ വന്ന ആള് തന്ന ഈ ഒരു ഗ്യാനോഡെർമ ചേർന്നിട്ടുള്ള ഒരു തേയിലയും, അതുപോലെ തന്നെ ഇന്ന് ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഈ കമ്പനി അല്ല ഇത് പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നമ്മുടെ ലോകങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിവുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിച്ച ഈ ഒരു പ്രോഡക്റ്റ് സ്പൈർലിന, ഒരു നീലഹരിത വെണ്ണ പായൽ, ഇത് രണ്ടുമാണ് എനിക്ക് ആദ്യമായിട്ട് എന്റെ ശരീരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ ഇത് ഉപയോഗിച്ചതിൽ നിന്നും ഏകദേശം 1 മാസം ഉപയോഗിച്ചപ്പോൾ തന്നെ എന്റെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. എന്റെ ശരീരത്തിന്റെ ക്ഷീണം എനിക്ക് മാറി വന്നു. അങ്ങനെ ആയപ്പോൾ ഞാൻ ഈ കമ്പനിയെ വിശ്വസിച്ചിട്ട് അതിനുശേഷം അവരെനിക്ക് പറഞ്ഞു തന്നത് ഗ്യാനോഡെർമ എന്ന് പറയുന്ന ഒരു അത്ഭുത കൂണിനെ പറ്റിയാണ്. ഗ്യാനോഡെർമ എന്ന് പറയുന്ന ഈ അത്ഭുത കൂണ് 2 തരത്തിൽ നമുക്കിന്ന് സുലഭമാണ്. RGN GL എന്ന് പറയും. 3 മാസം പ്രായമായ കുമിളിന്റെ കുടഭാഗവും അതുപോലെ തന്നെ 21 ദിവസം പ്രായമായ കുമിളിന്റെ വേര് ഭാഗവും, അങ്ങനെ 2 തരത്തിലാണ് നമുക്ക് ഇത് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഈ 2 പ്രോഡക്റ്റും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ അവിടെ പറയുമ്പോൾ ഗ്യാനോഡെർമയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിക്കുന്നതിനകത്തു നിന്നും ശ്വസിക്കുന്നതിനകത്തു നിന്നും കുടിക്കുന്നതിൽ നിന്നും വിഷങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ശരീരത്തിൽ മെറ്റബോളിസം നടക്കുമ്പോൾ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപൂർണമായ കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കോശങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഫലമായിട്ട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ നമുക്കുണ്ടാകും. ഓർഗൻസിന് ഫെയിലിയർ വരും. അപ്പൊ അങ്ങനെയൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ഗ്യാനോഡെർമ നമുക്ക് എന്താണ് ചെയ്യുന്നത്, ഗ്യാനോഡെർമയിൽ എന്താണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഗ്യാനോഡെർമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മെറ്റബോളിസം നടക്കുമ്പോൾ, പുറമേ നിന്നുള്ള ടോക്സിൻസ് നമ്മൾ ശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ പുകവലിക്കുമ്പോൾ, മദ്യപിക്കുമ്പോൾ, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ഫ്രീ റാഡിക്കൽസിന്റെ എണ്ണം ശരീരത്തിൽ കൂടും. ബോഡിയുടെ മെറ്റബോളിസത്തിലും കൂടും. അപ്പൊ അങ്ങനെ വരുമ്പം അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ആന്റി ഓക്സിഡൻസ്. അപ്പൊ ഇന്ന് ലോകത്തിലെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഒരു മഷ്റൂമാണ് നമ്മുടെ ഗ്യാനോഡെർമ മഷ്റൂം എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നീട് എന്താണ്, നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകൾ മൂലം നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ. കൊളസ്ട്രോൾ കൂടുക, അതുമൂലം നമുക്ക് രക്തക്കുഴൽ അടഞ്ഞു പോവുക, പ്രഷർ കൂടുക, ഹാർട്ട് അറ്റാക്ക് വരിക, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമുക്ക് ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെ ഇതിനകത്ത് നമുക്ക് അടങ്ങിയിട്ടുള്ള ഒരു അഡിനോസിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം നമ്മുടെ കൊഴുപ്പുകളെ അലിയിച്ച് കളയുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഏറ്റവും നല്ലൊരു അഡാപ്റ്റജൻ ആണ് നമ്മുടെ ഗ്യാനോഡെർമ എന്ന് പറയുന്ന മഷ്റൂം. എന്താണ് അഡാപ്റ്റജൻ എന്ന് പറഞ്ഞാൽ? 4 തരത്തിലുള്ള കാര്യങ്ങൾ അഡാപ്റ്റജനിൽ ഉണ്ടാവണം. നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഔഷധമായിട്ടെന്ന് പറഞ്ഞാൽ വയറുവേദന വരുമ്പോൾ ഇഞ്ചിയുടെ നീര് നമ്മൾ കഴിക്കും. ഗ്യാസ് വരികയാണെങ്കിൽ വെളുത്തുള്ളി ചതച്ച് നമ്മൾ ഉപ്പും ഒക്കെ കൂട്ടി നമ്മളോട് വിഴുങ്ങാൻ നമ്മുടെ മുതിർന്നവർ പറയും. അപ്പൊ അതൊക്കെ നമ്മൾ ഔഷധമായിട്ടും ആഹാരത്തിനോടൊപ്പവും നമ്മൾ കഴിക്കുന്നുണ്ട്. അതൊരു അഡാപ്റ്റജൻ ആണ്. അതുപോലെ തന്നെ നമ്പർ 1 അഡാപ്റ്റജൻ ആണ് നമ്മുടെ ഗ്യാനോഡെർമ എന്ന് പറയുന്ന സാധനം. അപ്പൊ അത് ഈ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അതുപോലെ അലർജിയെ ചെറുക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ അലർജിയെ ചെറുക്കുന്നു. പിന്നെ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ രക്തമാണ് നമ്മുടെ ഹോൾ ബോഡിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ ഓരോ കോശത്തിലും കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നത് രക്തമാണെന്നറിയാം. ഒരു 120 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രക്തം ബോഡിയിൽ പുനരുജ്ജീവിപ്പിച്ച് വരേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ആ രക്തത്തിൽ കൂടെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ ഹോള് എത്തപ്പെടുന്നത്. ആ ഓക്സിജന്റെ ഫ്ലോയെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓർഗാനിക് ജെർമേനിയം എന്ന് പറയുന്ന
പറയുന്ന ഒരു ഘടകം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ ടോക്സിനെ നശിപ്പിച്ച് കളയുന്നു, ആന്റിജൻ ആണ്, അഡാപ്റ്റജൻ ആണ്, ഓർഗാനിക് ജെർമേനിയം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ അഡിനോസിൻ ഉണ്ട്. ഇതുപോലെ കുറെ അധികം ഉപയോഗങ്ങൾ ഗ്യാനോഡർമയ്ക്കുണ്ട്. 200-ൽ പരം ഔഷധ ഘടകങ്ങളും 200-ൽ പരം പോഷക ഘടകങ്ങളും ഗ്യാനോഡർമയ്ക്കുണ്ട്. അത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ നമുക്ക് നോർമലാക്കിക്കൊണ്ടുവരാമെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ അതിനകത്ത് ഇത് നമ്മൾ തനി ക്യാപ്സ്യൂൾ വാങ്ങിച്ച് കഴിക്കാൻ നോക്കുന്നവർക്ക് അതുപോലെ വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ അതിന് സാമ്പത്തികം അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെയാണ് ഡോക്ടർ ലിൻസി യോജിന്റെ ഏറ്റവും മഹത്തായ ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. കാരണം പണമുള്ളവന് മാത്രമല്ല സാധാരണക്കാരനും എന്ത് ചെയ്യണം? ഈ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ നിത്യജീവിതത്തിൽ അവൻ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ രാവിലെ മനുഷ്യരാണെങ്കിൽ എഴുന്നേറ്റ് നമ്മൾ പല്ല് തേക്കും, അതുപോലെ കുളിക്കും, ഒരു ചായ കുടിക്കും, അല്ലെ? അപ്പൊ അതുപോലെയുള്ള നിത്യ ഉപയോഗ സാധനങ്ങൾക്കകത്ത് ഈ ഗ്യാനോഡർമ അല്പം ബ്ലെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കലർത്തിയിട്ട് നിത്യേനയുള്ള ഉപയോഗത്തിന് മനുഷ്യരാശിയുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിത്യേന ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പലരും ചോദിക്കുന്ന ഒരു പരാതി, ഞാൻ ഫീൽഡിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പരാതി എന്ന് പറയുന്നത്, അവര് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് അടിപൊളിയാണ്, സൂപ്പറാണ്, സമ്മതിക്കാതെ തരവില്ല, പക്ഷേ ഇത് എപ്പോ നിർത്തുന്നോ അപ്പൊ തുടങ്ങും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന്. എനിക്ക് അവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. ഇതെന്താണ്? നിങ്ങൾക്ക് ഏതെങ്കിലും രോഗം മാറാനുള്ള മരുന്നാണെന്ന് പറഞ്ഞിട്ടാണോ ഞങ്ങൾ തരുന്നത്? അല്ല, പിന്നെ എന്താണ്? ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും ഔഷധങ്ങളും കൊടുത്തിട്ട് ബോഡിയെ കറക്റ്റ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് മാത്രമാണ് നമ്മുടെ ഗ്യാനോഡർമ ആയാലും സ്പൈറുലിന എന്ന് പറയുന്നതായാലും. അല്ലാതെ ഒരിക്കലും ഒരു രോഗത്തിനെതിരെ അല്ല. നമ്മുടെ കോശങ്ങളെ കറക്റ്റ് ചെയ്യുമ്പോൾ, ഗ്യാനോഡർമ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ കോശങ്ങളെ കറക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കോശങ്ങളിലുള്ള ടോക്സിൻ പുറത്തു പോകുമ്പോൾ ആ ടോക്സിൻ മൂലം നമുക്ക് ഏതൊക്കെ അവയവങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണോ ഉണ്ടാകുന്നത് അതിനെ തടഞ്ഞിട്ട് ആ ഓർഗനെ കറക്റ്റ് ചെയ്യുന്നു, നമ്മുടെ രോഗം മാറുന്നു. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഇന്ന് നിങ്ങൾ ആഹാരം കഴിക്കുമെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കണം. ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ പട്ടിണി കിടക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലുള്ള പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നില്ലേ, ടോക്സിൻ നിങ്ങളുടെ ബോഡിയിൽ ചെല്ലുന്നില്ലേ, നിങ്ങൾ ഗ്യാനോഡർമ ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കേണ്ട. ഇന്ന് നിങ്ങൾ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും പത്രത്തിലൊക്കെ കേൾക്കുന്നില്ലേ, നമുക്ക് ഒരു ദിവസം കഴിക്കുന്ന മരുന്ന് രണ്ടാമത്തെ ദിവസം വരുമ്പോൾ പത്രം പറയാം അത് ബാൻ ചെയ്തു, നിങ്ങൾ അത് കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഭക്ഷണങ്ങളിൽ മായം, ഇതെല്ലാം നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ശുദ്ധമായ ഒന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ നമ്മൾ സ്വയം കൃഷി ചെയ്ത് നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. എങ്കിൽ പോലും അല്പസ്വല്പം കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാതെ തരമില്ല. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ എന്നാണോ നമ്മുടെ ഈ ടോക്സിൻ ഇല്ലാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നത്, അന്ന് മുതൽ നിങ്ങൾ ഗ്യാനോഡർമ ചേർന്ന സാധനങ്ങൾ കഴിക്കേണ്ട. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ സമയത്ത്. അപ്പൊ എന്തിനു വേണ്ടി DXN പ്രോഡക്റ്റ് കഴിക്കണമെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ അവൻ നല്ല രീതിയിൽ അവന്റെ ആരോഗ്യം സംരക്ഷിച്ച് അവന് അവശതയില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന ഡെയിലി ഓരോരോ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെ പലതരം രോഗങ്ങൾ അതിന് മരുന്ന് കഴിക്കുന്നു. അതുമൂലം നമുക്ക് മറ്റു പല രോഗങ്ങൾ അതിന് മരുന്ന് കഴിക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നു. ഇതൊന്നും അനുഭവിക്കാതെ ഇരിക്കണമെങ്കിൽ ഗ്യാനോഡർമ ചേരുന്ന പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ ഗ്യാനോഡർമയുടെ തനി പ്രോഡക്റ്റുകളോ ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ നമ്മൾ ശുദ്ധമാക്കി വെക്കുക എന്നത് മാത്രമാണ് ഇവിടെ DXന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ അപ്പൊ ചോദിക്കാം, എങ്കിൽ ഗ്യാനോഡർമ മാത്രം കഴിച്ചാൽ പോരെ, എന്തിന് സ്പൈറുലിന? അപ്പൊ ഗ്യാനോഡർമ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സ്പൈറുലിന എന്ന് പറയുന്ന ഈ നീലഹരിത വെണ്ണ പായലിനകത്തുണ്ട്. എന്താണ്? നമുക്കിത് ശരീരത്തിന് കുറെ അധികം ഭക്ഷണങ്ങൾ ആവശ്യമാണ്. പ്രോട്ടീൻ വേണം കോശങ്ങളുടെ വളർച്ചയ്ക്ക്, അന്നജം വേണം പ്രവൃത്തി ചെയ്യണമെങ്കിൽ, മിനറൽസ് ഒരുപാടുണ്ട്, ധാതുലവണങ്ങൾ, കാൽഷ്യം, അയൺ, ഫോസ്ഫറസ്, സിങ്ക്, മെഗ്നീഷ്യം, നിക്കൽ, കൊബാൾട്ട്, അത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് വേണം. വൈറ്റമിൻസ് വേണം, A, B, C, D, E, K തുടങ്ങി ഇഷ്ടംപോലെ വൈറ്റമിൻസ് വേണം. ഇതെല്ലാം ചെയ്യുന്ന എന്താണ്? ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും ഓരോ പ്രവർത്തിക്കാനും ഗുണപ്രദമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുമാണ് ഈ ഓരോ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നിത്യേന നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുണ്ടോ? എങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത്ര ഗ്രാം പ്രോട്ടീൻ ഞാൻ കഴിക്കുന്നു, ഇത്ര ഗ്രാം അന്നജം കഴിക്കുന്നു, ഇത്ര അയൺ കഴിക്കുന്നു, ഇത്ര കാൽഷ്യം കഴിക്കുന്നു, ഇത്ര ഫോസ്ഫറസ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഈ വൈറ്റമിൻസ് എല്ലാം ഞാൻ കഴിക്കുന്ന ആഹാരത്തിലുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? ഇല്ല. അവിടെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്പൈറുലിനയുടെ പ്രത്യേകത. ഇത് ഏറ്റവും കൂടുതൽ
പ്രോട്ടീൻ അടങ്ങിയ 60 മുതൽ 67% വരെ പ്രോട്ടീൻ അടങ്ങിയ ഒരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സ്പൈറുലിന എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ വൈറ്റൽ ന്യൂട്രിയൻസിലും ഒരു 22 തരം വൈറ്റൽ ന്യൂട്രിയൻസ് നമുക്ക് ഡെയിലി റിക്വയർമെന്റ് ആയിട്ട് വേണം. അതിൽ 18 എണ്ണവും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ ബ്ലഡിന്റെ കാര്യം പറഞ്ഞു നിങ്ങളോട്. 120 ദിവസം കഴിയുമ്പോൾ ബ്ലഡ് പുതിയ സെൽസ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. ആ ബ്ലഡ് സെൽസിന്റെ ഫോർമേഷന് നമുക്ക് ക്ലോറോഫിൽ അത്യന്താപേക്ഷിതമാണ്. എവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് നാച്ചുറൽ ക്ലോറോഫിൽ? അപ്പൊ പറയും ഞങ്ങൾ ഇലക്കറികൾ കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കുന്നുണ്ടെന്ന് പറയും അല്ലേ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചേ, നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാണ്? ഇലക്കറികൾ പാകപ്പെടുത്തി ഓവർ കുക്ക് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നല്ല ക്ലോറോഫിൽ നമുക്ക് അന്നേരവും ബോഡിയിൽ കിട്ടുന്നില്ല. നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ, നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ദുരിതമുണ്ട്. അതായത് മാസമുറ വരുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് എല്ലാ മാസവും ബ്ലഡ് നഷ്ടപ്പെട്ടു പോകും. ആ ബ്ലഡ് തിരിച്ചു കൊണ്ടുവരണമെന്ന് അവരുടെ ഒരു അറിവില്ലായ്മ. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് അത് അറിയില്ല. ഇപ്പം 100 ml ബ്ലഡ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ആ 100 ml തിരിച്ചു പിടിക്കണമെന്ന് അവർക്ക് അറിയില്ല. അത് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് അവർക്ക് അറിയില്ല. ഓരോ മാസവും ഇത്രയും നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ആ കുട്ടികൾക്ക് വിളർച്ച ബാധിച്ചില്ലെങ്കിലല്ലേ ഉള്ള അതിശയം നമ്മുടെ മക്കൾക്ക്. അപ്പൊ ആ വിളർച്ചയിൽ നിന്ന് അവരെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് വരണമെങ്കിൽ നാച്ചുറൽ ക്ലോറോഫിൽ അടങ്ങിയ നമ്മുടെ സ്പൈറുലിനെ അവർക്ക് കൊടുക്കണം നമ്മൾ നിർബന്ധമായിട്ടും. നാച്ചുറൽ ഇന്ന് പ്രകൃതിദത്തമായിട്ട് ക്ലോറോഫിൽ അടങ്ങിയ ഒരേ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് സ്പൈറുലിനെയാണ്. അപ്പൊ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്പൈറുലിനെ നല്ല രീതിയിൽ ഉത്പാദിപ്പിക്കുന്ന, അതായത് ഹൈജീനിക് ആയിട്ട് ഉത്പാദിപ്പിക്കുന്ന ഒരേ ഒരു കമ്പനി DXN ആണെന്ന് ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഗ്യാനോഡർമ നമ്പർ 1 പ്രൊഡക്ഷനിൽ നിൽക്കുന്ന, ഗ്യാനോഡർമയുടെ നമ്പർ 1 പ്രൊഡക്ഷനിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ DXN എന്ന് പറയുന്നത്. ഇനി ഇവിടെ തീർന്നില്ല സ്പൈറുലിനയുടെ പ്രത്യേകതകള്. ക്ലോറോഫിൽ മാത്രമല്ല, അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റു വർണ്ണകങ്ങളുണ്ട്. സാന്തോഫിൽ, ബീറ്റാ കെരോട്ടിൻ, ഫൈക്കോസയാനിൻ പോലെയുള്ള വർണ്ണകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പൊ ഒരു ദിവസം രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോഴോ അവർ ഭക്ഷണം കഴിക്കാൻ വിട്ടുപോയി, ഒരു ധൈര്യമായിട്ട് നിങ്ങൾ ഒരു 10 എണ്ണം എടുത്ത് കൊടുക്കുക. രാവിലെ ഒരു ഭക്ഷണവും നിങ്ങൾ കൊടുക്കണ്ട, ഇഷ്ടം പോലെ വെള്ളവും കുടിക്കാൻ പറ. അവർക്ക് നല്ല ആരോഗ്യം അന്ന് അവർക്ക് ഉണ്ടായിരിക്കും, ഉറപ്പ്. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് എഴുതി വെച്ച് പഠിച്ചോ അല്ലെങ്കിൽ DXന്റെ ഏതെങ്കിലും ബുക്കിൽ നിന്ന് മനസ്സിലാക്കിയതോ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയതോ, ഇതെല്ലാം എന്റെ നെഞ്ചിൽ തൊട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ എന്റെ ബെനിഫിറ്റിൽ നിന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത്. ഈ ഒരു സ്പൈറുലിന, എന്റെ വീടെന്ന് പറയുന്നത് ഇതിന്റെ ടെസ്റ്റിമോണിയുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് എന്റെ മകന് ഡെങ്കു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊല്ലം മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു. 1.3 പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. എനിക്ക് സമയം കുറവാണെങ്കിലും പറയാതെ വയ്യ എനിക്ക്. അഡ്മിറ്റ് ചെയ്ത സാഹചര്യത്തിൽ അവൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് വന്നപ്പം തുറന്നിട്ട് കയ്യിൽ കിട്ടിയ എത്രയാണോ അത്രയും ഞാൻ ആദ്യം അവന്റെ വായിലിട്ട് കൊടുത്തു. അപ്പൊ എന്റെ മകൻ എന്നോട് ചോദിച്ചു, എന്തു അമ്മ ഇതെന്ന്. ഞാൻ പറഞ്ഞു, അമ്മയല്ലേ തരുന്നത്, ഞാൻ നിന്റെ അമ്മയാണ്, ഞാൻ തരുന്നത് എന്ത് നിനക്ക് കഴിക്കാം, കഴിച്ചോളാൻ പറഞ്ഞു. കൊടുത്തു. 3 ദിവസം അടുപ്പിച്ച് സ്പൈറുലിന കൊടുത്തു. പക്ഷെ എന്നിട്ടും അവന് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോഴും ഡോക്ടർമാർക്ക് പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് താഴേക്ക് പോകാത്തത് കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. അവര് ഡ്രിപ്പ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തു പോയി. ഞാൻ എന്റെ മകന് 10 വീതം സ്പൈറുലിന, ചിലപ്പോൾ 15 കൈ കിട്ടുന്ന അത്രയും ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയട്ടെ, 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവന്റെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് താഴേന്ന് ഒറ്റ കുതിപ്പായിരുന്നു മുകളിലേക്ക് കുതിച്ചു കയറി. എന്റെ മകന് മറ്റൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരാഴ്ച കൊണ്ട്, സത്യം പറഞ്ഞാൽ ഡെങ്കു വന്നാൽ സാധാരണ 3 മാസമാണ് ക്ഷീണം. എനിക്ക് വന്നതാണ് 2 പ്രാവശ്യം. 3 മാസം എടുത്തു എന്റെ ക്ഷീണം മാറാൻ. പക്ഷെ ആ സ്ഥാനത്ത് എന്റെ മകന് 1.5 ആഴ്ച പോലും വേണ്ടി വന്നില്ല അവന്റെ ക്ഷീണം മാറാൻ. അത്രയ്ക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സ്പൈറുലിന. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് നിർബന്ധമായിട്ടും, നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജനിച്ച വീണ കുഞ്ഞിന് മുതൽ മരിക്കാറായി കിടക്കുന്ന ആളുകൾക്ക് വരെ നിങ്ങൾ കൊടുക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് സ്പൈറുലിന. അതുപോലെ തന്നെ എന്നെ രക്ഷപ്പെടുത്തിയ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ലയൺസ് മെയിൻ എന്ന് പറയുന്നത്. എനിക്ക് ന്യൂറോ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്റെ ന്യൂറോ പ്രോബ്ലത്തിന് പരിഹരിച്ചു തന്ന ഒരു സാധനമാണ് ലയൺസ് മെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നാഡീഞരമ്പുകളെ ഉത്തേജിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ സെൽസിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും നമുക്ക് ഉത്തമമായി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ലയൺസ് മെയിൻ. ഇനി ഞാൻ എന്റെ വീട്ടിലെ ഒരു ടെസ്റ്റിമോണി പറയട്ടെ. എന്റെ മദറിനിലേക്ക് വേരിക്കോസ് വെയിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കും ഉണ്ടായിരുന്നു വേരിക്കോസ് വെയിൻ. പക്ഷെ ഇത് ഞാൻ എന്റെ ഞരമ്പ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടിന് ഞാൻ കഴിച്ചു. എന്റെ വേരിക്കോസ് വെയിന്റെ പ്രശ്നം മാറി. എന്റെ അമ്മായിയമ്മ ഞരമ്പ് പ്രശ്നത്തിന് പെരുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ വാങ്ങിച്ച് കഴിച്ചു. ഇപ്പൊ എന്റെ അത് പെരുമ്പാമ്പിന്റെ കൂട്ട് ഉരുണ്ടുരുണ്ടുരുണ്ടു കിടക്കായിരുന്നു കാലിനകത്ത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു 4-5 മാസം എന്റെ മദറിലോ കഴിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇടി ആ വേരിക്കോസ് വെയിന്റെ പ്രശ്നം എവിടെ പോയി എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അത്രയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ലയൺസ് മെയിൻ. അതുപോലെ തന്നെ ഒരു ഓർഗൻസിനെ ബേസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്, നമ്മുടെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കോർഡിസെപ്സ്. നമുക്കറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള മഷ്റൂം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോർഡിസെപ്സ് ആണ്. 7 ലക്ഷത്തിന് മുകളിലാണ് ഇതിന്റെ 1 kg വില.
വരുന്നത് അല്ലെ. അപ്പൊ ഹിമാലയൻ വയാഗ്ര എന്ന് പറയുന്ന ഇതിനെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് നിങ്ങൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് കേൾക്കും. ഇത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും ന്യൂറോ പ്രോബ്ലത്തിനും ബ്രെയിൻ ടോണിക്കുമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് കോർഡിസെപ്സ്. അതുപോലെ തന്നെ കിഡ്നിക്കും ലിവറിനും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു മഷ്റൂമാണ് പോറിയാസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഗ്യാനോഡർമയുടെ മഷ്റൂമും അതുപോലെ തന്നെ സ്പൈറലിന എന്ന് പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗയും ചേർന്നിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഈ കോർഡിസെപ്സിന്റെ ബിസ്ക്കറ്റ് ഉണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ മറ്റൊരു ബിസ്ക്കറ്റും കൊടുക്കാൻ അനുവദിക്കരുത്. വീട്ടില് നിങ്ങൾ കോർഡിസെപ്സ് ചേർന്നിട്ടുള്ള ചെറുധാന്യങ്ങളും ചേർന്നിട്ടുള്ള ബിസ്ക്കറ്റ് കൊടുക്കണം. അതിനകത്ത് മറ്റൊരു ഗുണവും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ബിസ്ക്കറ്റിന്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ, അതായത് ചെറുകുടലിനകത്ത് വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട് ഇത് വലിച്ചെടുക്കുന്നത്. അപ്പൊ ഇവിടെ ചുളിവുകളുണ്ട്. ആ ചുളിവുകളിൽ കയറി കൂടിയിരിക്കുന്ന വേസ്റ്റുകളെ, നാരുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മുടെ ഈ കോർഡിസെപ്സ് അടങ്ങിയ ബിസ്ക്കറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ, ഏറ്റവും കൂടുതൽ നാരടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തിരിക്കുന്ന അഴുക്കുകളെ വലിച്ച് പുറത്ത് കളയാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് കോർഡിസെപ്സിന്റെ ബിസ്ക്കറ്റ് എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒന്നാണ് കൊക്കോഷി എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഈ ഗ്യാനോഡർമ ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് അലർജിയെ മാറ്റുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നിരന്തരമായിട്ടുള്ള അലർജിക് ഡിസീസിനെ എല്ലാം മാറ്റാൻ പറ്റും. അവർക്ക് ഉന്മേഷം ഉണ്ടാക്കി കൊടുക്കും. അവരുടെ ബ്രെയിൻ സെൽസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് തടയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ മറ്റു അനവധി പ്രോഡക്റ്റുകളുണ്ട്. അപ്പൊ എന്തിനു വേണ്ടി DXN കഴിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെയാണ് കാരണം. ഞാൻ തന്നെയാണ് അതിനൊരു ടെസ്റ്റിമോണി. നമ്മുടെ ശരീരത്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് രോഗം വരാതെ നമ്മൾ ആശുപത്രിയിൽ പോയി ഡോക്ടർമാർക്ക് ഒരുപാട് പൈസ കൊടുക്കാതിരിക്കണമെങ്കിൽ, ഓപ്പറേഷന് വിധേയമാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? DXNന്റെ പ്രോഡക്റ്റുകൾ നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. ഇതെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് എന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. A to Z കാര്യം DXNന്റെ ആണ് ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. പല്ല് തേക്കുന്ന പേസ്റ്റ്, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ്, ഇതെല്ലാം ഞാൻ DXNന്റെ, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, ഇതിനെല്ലാം ഓരോന്നിന്റെ ആയിട്ട് ഗുണങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ DXNന്റെ ഉപയോഗിക്കുന്നത്. എനിക്കൊരു ചുമ വന്നാൽ ഞാൻ സിറ്റോപാൻ എന്ന് പറയുന്ന ഒരു സിറപ്പ് നമുക്ക് ഇതിനകത്തുണ്ട്, അത് ഞാൻ ഉപയോഗിക്കും. അതുപോലെ ഞാൻ പഞ്ചസാര, വെളുത്ത വിഷം ഞാൻ ഉപയോഗിക്കാറില്ല. പകരം ഞാൻ ഉപയോഗിക്കുന്നത് ജാഗറിയാണ്. എന്റെ വീട്ടില് ആർക്കും തന്നെ, വരുന്നവർക്കും ഞാൻ കൊടുക്കാറില്ല, പോകുന്നവർക്കും കൊടുക്കാറില്ല. പഞ്ചസാര എന്റെ വീട്ടിലില്ല. അതിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് ജാഗറി. പിന്നെ അതല്ലാതെ ഷുഗറുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ കോക്കനട്ട് ഷുഗർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എണ്ണ. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെ എണ്ണയാണ് അല്ലെ. നമ്മൾ കഴിക്കും. നിങ്ങൾക്കറിയാം, ഇന്ന് ജോലിക്ക് പോയവരായാലും വീട്ടിലിരിക്കുന്നവരായാലും കുട്ടികളെ കൊണ്ട് പുറത്തു പോകുന്നവരായാലും എല്ലാവർക്കും എന്താ വേണ്ടേ? പുറത്തുനിന്നുള്ള ഭക്ഷണം വേണം. അതിൽ എന്ത് വിഷം ഉണ്ടെന്ന് ആരും ചിന്തിക്കാറില്ല. വല്ലപ്പോഴും അല്ലേ എന്നാണ് ചോദ്യം. ഒരു ജീവിതം അല്ലേ ഉള്ളൂ, വല്ലപ്പോഴും ഇച്ചിരൊക്കെ കഴിച്ച ഒരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഈ നഞ്ച് വല്ലപ്പോഴും ആയാലും ഒരു നേരം ആയാലും വിഷം തന്നെയല്ലേ? അതാണ് എന്റെ പോളിസി. അപ്പൊ അത് വിഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു ബേക്കറി സാധനങ്ങള്. പലതരത്തിലുള്ള സാക്രിൻസ് അടങ്ങിയിട്ടുള്ള, അല്ലെ പലതരത്തിലുള്ള കളറുകൾ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ കുട്ടികൾ മിഠായി തിന്നുമ്പോൾ നിങ്ങൾ നാക്ക് വെളിയിലോട്ടിട്ട് നിങ്ങൾ അവരെ ഒന്ന് നോക്കണം. അതിന്റെ കളറ് ഇതെല്ലാം ഉള്ളിലേക്കാണ് പോകുന്നത്. തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സ്നേഹമാണ്, പക്ഷെ അവരുടെ വയറ്റിൽ ചെന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് നമുക്ക് പുറത്തിരുന്നുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുപോലെ നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മൾ എണ്ണയിൽ പോയപ്പോഴാണ് മറ്റു കാര്യത്തിലോട്ട് പോയത് അല്ലെ. അപ്പൊ ഈ ഒരു എണ്ണ ഞാൻ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുള്ളായിരുന്നു നിങ്ങളെ കാണിക്കാൻ. ഇത് ഷോർട്ടേജ് ആണ് കമ്പനി. ഇന്നിപ്പോ പോയി ഹസ്ബൻഡ് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. ഷോർട്ടേജ് പകുതിയേ ഉള്ളൂ എനിക്ക് ഇവിടെ നിങ്ങളെ കാണിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എണ്ണ പറയാഞ്ഞത്. ഇപ്പൊ എനിക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഓണ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ നടന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്രാൺ ഓയിൽ. എന്തുകൊണ്ടാണ് ഈ ബ്രാൺ ഓയിൽ ഇത്രയും പ്രാമുഖ്യം നേടിയത്? എന്തുകൊണ്ടാണ്? ഇതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ നല്ലതാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ സ്മോക്കിംഗ് പോയിന്റ് 172 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. പക്ഷെ ഇതിന്റെയോ 232 ആണ്. അപ്പൊ വെളിച്ചെണ്ണ തിളയ്ക്കുന്നതിന്റെ കൂടുതൽ സമയം നമുക്ക് ഇത് തിളപ്പിച്ചാൽ ഇതിനകത്തൊന്ന് കാഴ്സിനോജനസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഉണ്ടാകുന്നില്ല. വെളിച്ചെണ്ണ നമ്മൾ കൂടുതൽ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കരിപിടിക്കും അല്ലെ. അതിനകത്ത് ക്യാൻസറിന് കാരണമായ സാധനങ്ങൾ കൂടുതൽ ഇട്ട് നമ്മൾ ചൂടാക്കിയാൽ അല്ലെങ്കിൽ വറുത്ത് കോരിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഉണ്ടാകും. അതുപോലെ വെളിച്ചെണ്ണ ഇട്ടാണോ ഇന്ന് നമുക്ക് പുറത്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് 5 രൂപ കടി കിട്ടുന്നത്? നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമല്ലോ ചായ, ഒരു 5 രൂപ കടി നിങ്ങളും കഴിക്കും
അല്ലേ? അപ്പൊ പക്ഷെ അത് 5 രൂപ കടി നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ വെളിച്ചെണ്ണയാണോ ഉണ്ടാക്കുന്നത്? അല്ല. എന്റെ സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടുന്ന ആ കടകളിൽ അവർ വാങ്ങിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ക്ലീൻ ആക്കിയിട്ട് എസൻസുകൾ ചേർത്ത്, സൺഫ്ലവറിന്റെ എസൻസോ അല്ലെങ്കിൽ മറ്റേത് തരം എസൻസോ ചേർത്തിട്ട് അങ്ങനെയുള്ള എണ്ണകൾ ഉണ്ടാക്കും. അതല്ലെങ്കിൽ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കുന്ന എണ്ണ അവര് പിന്നീട് ഉപയോഗിക്കില്ല, അത് കളയും. അത് കൊണ്ടുവന്ന് റിഫൈൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് നമുക്ക് വിളക്കെണ്ണയുടെ രൂപത്തിലൊക്കെ ഇന്ന് കിട്ടുന്നു. അപ്പൊ നമ്മൾ വിളക്ക് കത്തിക്കുന്നതോ ഹിന്ദുക്കളാണെങ്കിൽ നല്ല എണ്ണയിലാണോ നമ്മൾ വിളക്ക് കത്തിക്കുന്നത്? അല്ല. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ശുദ്ധമായ ഫിസിക്കലി ഫിൽട്ടർ ചെയ്ത ബ്രാൺ ഓയിൽ നമ്മുടെ വീട്ടിൽ 1 ലിറ്ററിന് 310 രൂപയ്ക്ക് നമുക്ക് മറ്റുള്ള 1 ആകുന്ന 2 ലിറ്ററിന്റെ ഒരു ബോട്ടിലാണിത് 620 രൂപയ്ക്ക് നമുക്ക് ഒരു വീട്ടിലേക്ക് കൊടുക്കാം. A to Z കാര്യങ്ങൾ ബ്രാൺ ഓയിലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആഹാരം പാകം ചെയ്യാം, വിളക്ക് കത്തിക്കാം, ദേഹത്ത് തേക്കാം. ഈവൻ ഞാൻ തലയിൽ വരെ കാച്ചി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഞാൻ ഉപയോഗിച്ചു, എനിക്ക് തലമുടി വളർന്നു എന്നുള്ളത് ഞാൻ അതിന് ഒരു ടെസ്റ്റിമോണിയാണ്. അപ്പൊ അങ്ങനെ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിനകത്ത് ഒറൈസനോൾ അടങ്ങിയിട്ടുണ്ട്. ഹൃദയാരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന ഒറൈസനോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. വൈറ്റമിൻ ഇ റിച്ച് ആണ്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും വേണ്ടുന്നതാണ് വൈറ്റമിൻ ഇ. അത് ഏറ്റവും റിച്ച് ആയിട്ട് ഇതിനകത്തുണ്ട്. പിന്നെ 2 ലിറ്റർ ആയിട്ട് എന്തുകൊണ്ടാണ് ഈ കമ്പനി ഇത് ഇറക്കിയിരിക്കുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കുന്നത് എന്താ 1 ലിറ്റർ ആയിട്ട് തരാത്ത, ഞങ്ങൾക്ക് വാങ്ങിക്കായിരുന്നല്ലോ എന്ന്. 1 ലിറ്റർ ആയിട്ട് തരാത്തതിന് ഒരു റീസൺ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് അറിയോ? ഏതൊരു പ്രോഡക്റ്റും നമ്മൾ നിരന്തരം തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഒരു ദിവസം കഴിക്കുന്നത് പോലെ അല്ല നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്നത്. 5 പേരുള്ള ഒരു ഫാമിലിയിലാണെങ്കിൽ ചിലപ്പോൾ 2 ലിറ്റർ എണ്ണ വേണ്ടി വരും ഒരു മാസത്തേക്ക്. അപ്പൊ അത് ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂ. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സമയം തീർന്നു കഴിഞ്ഞ് മറ്റത് കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെ കൈ കിട്ടുന്ന എണ്ണ അവർ ഉപയോഗിക്കും. അപ്പൊ തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 2 ലിറ്ററിന്റെ ഒരു ബോക്സ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് കൊളസ്ട്രോളിന്റെ ലെവല് താഴേക്ക് വരുന്നത് നിങ്ങൾ ദൃഷ്ടാന്തമായിട്ട് നിങ്ങൾക്ക് ഉറപ്പാകും. അങ്ങനെ വേണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കുന്നതിന് മുമ്പ് പുതിയ ആളുകൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുക. 3 മാസം ഉപയോഗിച്ചിട്ട് വീണ്ടും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. അപ്പൊ അത്രയ്ക്കും നല്ല മനോഹരമായ പ്രോഡക്റ്റുകളാണ് നമ്മുടെ DXന്റെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഞാനിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.